ഹലോ, ഇന്നെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ പണികളൊക്കെ തുടങ്ങുന്ന ഏകദേശം ഒരു മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കി. പുട്ടും പഴമായിരുന്നു. പിന്നെ സുക്രുവിനെ കൊണ്ടാക്കാനായിട്ട് ഞാനും സുധിയും അതുപോലെ തന്നെ തുമ്പിയും കൂടെ പോയിട്ട് പിന്നെ ഞാനും സുധിച്ചേൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. പക്ഷെ രാവിലെ അമ്പലത്തിൽ പോയെങ്കിലും ഒരു പണിയും കഴിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ഭക്ഷണം മാത്രം ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തെ മീൻകറിയും കൂട്ടിയിട്ട് സുധിച്ചേട്ടന് ചോറ് കൊടുത്തു വിട്ടു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിതേ തുടങ്ങുമ്പോൾ ഒരു മണിയായി. കാരണം ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് തുമ്പിക്ക് നേരെ ഒരു പാടില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം കിടന്നു. അതിനുശേഷം ഇപ്പോഴാണ് പണി തുടങ്ങുന്നത്. കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോവയ്ക്ക വാട്ടാന്ന് വിചാരിച്ചു. അത് വളരെ സിമ്പിളാണല്ലോ. പിന്നെ പെരടിക്കാൻ കിടക്കുന്നു, അലക്കാൻ കിടക്കുന്നു, കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ചോറ് ഉച്ചക്കലത്തേക്ക് എനിക്ക് ഇന്നലത്തെ ചോറ് ഞാൻ തിളപ്പിച്ചുട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തേക്കും ഇന്ന് രാത്രിയിലത്തേക്കും കൂടിയിട്ടുള്ള ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ പാത്രം കഴുകൽ. എന്നെപ്പോലെ പാത്രം കഴുകാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കത് താങ്ങാൻ മുടിയില്ല ഗൈസ്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പാത്രം കഴുകാനായിട്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ ആ പാത്രം ഒഴിഞ്ഞിട്ടുള്ളൊരു നേരില്ലേ, സിങ്ക് എന്ന് പറയുന്ന വലിയ സിങ്കാണ്. വലിയ സിങ്കിനനുസരിച്ചിട്ട് അത്രയും പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാൻ എത്ര കഴുകിയാലും ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴേക്കും വീണ്ടും വരും. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരു വിധം കഴുകി ഒതുക്കി സ്ലാബൊക്കെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ ഇതേ കോവക്ക വാട്ടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് അലക്കാനൊക്കെ ആയിട്ട് ഇട്ടു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പെരയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. തുമ്പിക്കുട്ടി എണീക്കണതിന് മുന്നേ ഇതൊക്കെ കഴിച്ചു വെച്ചാൽ അല്ലെങ്കിൽ പിന്നെയും ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-2:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു സൺബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ലിക്വിഡാണ് കേട്ടോ. 5 കിലോന് 299 രൂപയാണ്. ഭയങ്കര ഒരു വർത്തായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ആരെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഈ സൺലൈറ്റ് ഏരിയയിലൊക്കെ വാങ്ങിച്ചത് നമുക്ക് ഭയങ്കരമായിട്ട് മുതലിക്കില്ല. ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് കംഫർട്ടും കൂടെ പൊട്ടിച്ച് വെച്ചിട്ട് അത് അവിടെ വെച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ എൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ സമയം നോക്കി ഏകദേശം ഒരു 2:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ചോറൊക്കെ തിന്നട്ടെ. വിശപ്പൊന്നും ഇല്ല, ആകെ കൂടെ ഒരു ഗ്ലൂമി ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം അതെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ.